ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ പോവുകയാണ് കേട്ടോ. വാറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാൾ ഗ്ലോബൽ വില്ലേജ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഫ്രിക്കൻ പവലിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുമാണ് നമ്മളിന്ന് പോകുന്നത്. പോകുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ലുലുവിലുള്ള കാലിക്കറ്റ് നോട്ട്ബുക്കിലാണ് കയറിയിരിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഗ്ലോബൽ വില്ലേജിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ലോങ് വീഡിയോ എനിക്ക് തോന്നുന്നു അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം വിശദമായിട്ട് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയം നോക്കി പോകുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് പോയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ദുബായിലാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പോയത് കൊണ്ടിട്ട് നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് നമുക്ക് പർച്ചേസൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത് എനിക്ക് നല്ല പനിയൊക്കെ പിടിച്ച് ഭയങ്കര സീനായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. സൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മളൊരു 4:45 ആയപ്പോൾ കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. 5 മണിക്കാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മൾ വണ്ടിയിൽ തന്നെ പോസ്റ്റ് ആയിട്ട് ഇരിക്കണം. ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ളത് ഒരു 6 മണി 6:30 ആകുമ്പോഴുള്ള സമയമാണ് കേട്ടോ. അത് തൊട്ട് കുറച്ച് നൈറ്റാണ് അടിപൊളി, കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ വേറൊരു വൈബാണ് കേട്ടോ. കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരും, കുറേ ആൾക്കാർ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ വരാറുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്നിപ്പോൾ വന്നേക്കുന്നത് നമ്മൾ ആഫ്രിക്കൻ പവലിയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതായത് സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പർച്ചേസിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. മെയിനായിട്ട് ഇവിടെ ഒരു ഷിയ ബട്ടർ ഓയിൽ കിട്ടും. സോ അത് ബോഡിക്ക് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു പാസ്പോർട്ട് എന്താ സംഭവം എന്നറിയോ? നമുക്ക് ഏതൊക്കെ പവലിയനിൽ കയറിയാലും അവിടെ ഒരു സ്റ്റാമ്പിംഗ് മെഷീൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റാമ്പ് ചെയ്തെടുക്കാം. ചെറിയൊരു മെമ്മറി ആയിട്ട് നമുക്ക് സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കുറച്ച് നേരം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വാ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിക്കുന്നത്. സ്ക്രബും അതേപോലെ തന്നെ ഷിയയുടെ ഓയിലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാട്ടോ വാങ്ങിക്കണേ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് സാധനങ്ങൾ എല്ലാവർക്കും കൂടി വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഒരു ജ്യൂസോ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. കാരണം അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര റെഡിഷ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര അലർജി ഉള്ള ഒരാളാണ്, ഭയങ്കരമായിട്ട് ചൂടും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ. സോ ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഒരു മാംഗോ ജ്യൂസ് പറഞ്ഞു, അപ്പോൾ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്ട്രോബെറി ഡിപ്പും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അഗെയിൻ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട് തായ്ലാൻഡ് പവലിയനിൽ. അപ്പോൾ ഇതേപോലത്തെ പൈജാമ സെറ്റൊക്കെ നല്ല റേറ്റ് കുറവിൽ കിട്ടും കേട്ടോ. നമ്മളൊന്ന് ബാർഗിൻ ചെയ്ത് എടുത്താൽ മതി.